ഇതര ഘടകകക്ഷികളെ മാനിക്കാത്ത സിപിഎമ്മിന്റെ വല്യേട്ടൻ മനോഭാവത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷിയായ സിപിഐ. തിരുവനന്തപുരത്ത് നടന്ന സിപിഐയുടെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും കെ.എൻ. ബാലഗോപാൽ, മുഹമ്മദ് റിയാസ് തുടങ്ങിയ സിപിഎം മന്ത്രിമാർക്കുമെതിരെ അതീവ ഗുരുതരമായ വിമർശനങ്ങളാണ് ഉയർന്നത്. ഏറെ പ്രതീക്ഷകളോടെ തുടർഭരണം നൽകിയ ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത വിധത്തിലുള്ള ഇടപെടലുകളാണ് രണ്ടാം പിണറായി സർക്കാർ നടത്തുന്നതെന്ന വികാരമാണ് ഭൂരിഭാഗം കൗൺസിൽ അംഗങ്ങളും പങ്കുവച്ചത്. അത്തരം നീക്കങ്ങൾ തിരുത്താനുള്ള ഇടപെടലുകൾ സിപിഐ പ്രതിനിധികൾ നടത്തുന്നില്ല എന്ന ഗൗരവ ആരോപണവും കൗൺസിലിൽ ഉയർന്നു. ബജറ്റ് അവതരണത്തിൽ സിപിഐ മന്ത്രിമാരുടെ വകുപ്പുകളെ അവഗണിച്ചു എന്ന പൊതുവികാരമാണ് സിപിഐക്കുള്ളത്. കൗൺസിൽ യോഗം ഇത്രത്തോളം പ്രക്ഷുബ്ധമാകാനുള്ള അടിസ്ഥാന കാരണവും ഇതുതന്നെയാണ്. ബജറ്റ് അവതരണത്തിന് മുമ്പ് ഘടകകക്ഷികളുമായി ചർച്ച ചെയ്യുക എന്ന സാമാന്യ മര്യാദ പോലും ധനകാര്യമന്ത്രി ബാലഗോപാൽ കാണിച്ചില്ല എന്ന ആക്ഷേപവും കൗൺസിലിൽ ഉയർന്നു. ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിലിന്റെ ഭാര്യയും മുൻ എം.എൽ.എയുമായ ആർ. ലതാദേവി അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. തുടർഭരണത്തിലെത്താൻ പിണറായി സർക്കാരിന് ഏറെ സഹായകമായത് ഭക്ഷ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വഴിയാണ്. അതിൽ തന്നെ ഏറെ പ്രധാനപ്പെട്ട സപ്ലൈകോയെ തീർത്തും അവഗണിക്കുകയാണ് ബജറ്റിൽ ചെയ്തത്. എന്തിനും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞതുകൊണ്ടായില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നടപ്പാക്കേണ്ടതല്ലേ? സാധാരണക്കാർ ആശ്രയിച്ചിരുന്ന മാവേലി സ്റ്റോറുകളെ പോലെയുള്ള ഔട്ട്ലെറ്റുകൾ എല്ലാം ഇന്ന് പ്രതിസന്ധിയിലാണ്. അതൊന്നും പരിഹരിക്കാനല്ല സംസ്ഥാന സർക്കാരിന് തിടുക്കം. ഭക്ഷ്യവകുപ്പിലെ വിഷയങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈ തെളിഞ്ഞുവെന്നും എന്നിട്ടും ഫലമൊന്നും ഉണ്ടായിട്ടില്ലെന്നും ആർ. ലതാദേവി കൂട്ടിച്ചേർത്തു. ഇതര ഘടകകക്ഷികളെ അവഗണിക്കുമ്പോൾ സിപിഎം മന്ത്രിമാരുടെ വകുപ്പുകളിൽ വൻ ധൂർത്താണ് നടക്കുന്നതെന്ന വികാരവും ശക്തമായി ഉയർന്നു. പൊതുമരാമത്ത്, വിനോദസഞ്ചാരം, സാംസ്കാരികം തുടങ്ങിയ വകുപ്പുകളിൽ കോടികളുടെ മാമാങ്കമാണ് നടക്കുന്നതെന്നും അതേസമയം ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളെ സാമ്പത്തിക ഞെരുക്കം പറഞ്ഞ് അവഗണിക്കുകയാണെന്നും സിപിഐ നേതാക്കൾക്ക് പോലും പറയേണ്ടി വരുന്നതിനെ ഗൗരവമായി കാണുക തന്നെ വേണം. അടിയന്തര ആവശ്യങ്ങൾ ഉയരുമ്പോൾ സാമ്പത്തിക ഞെരുക്കമാണ് പറയുന്നതെങ്കിലും ആഡംബരത്തിനും ധൂർത്തിനും ഒട്ടും കുറവില്ലെന്നും മുഖ്യമന്ത്രിക്ക് ആധുനിക കാലിത്തൊഴുത്ത് നിർമ്മിക്കാനും പശുക്കൾക്ക് പാട്ട് കേൾക്കാനും കോടികൾ ചിലവഴിക്കാൻ ഒരു മടിയുമില്ലെന്നുമാണ് കൗൺസിൽ അംഗം വി.പി. ഉണ്ണികൃഷ്ണൻ വിമർശിച്ചത്. വിദേശ സർവകലാശാല വിഷയത്തിൽ ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്നുള്ള ദിശാവ്യതിയാനമാണ് നടക്കുന്നതെന്ന വികാരവും കൗൺസിലിൽ അലയടിച്ചു. സർക്കാരിനെതിരെ ഈ വിധത്തിൽ അതിശക്തമായ വികാരം കൗൺസിലിൽ ഉയർന്നപ്പോഴാണ് സമന്വയ സ്വരവുമായി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തിയത്. അംഗങ്ങളുടെ വികാരം പറയേണ്ട വേദികളിൽ അറിയിക്കാമെന്നും അനാവശ്യ ചർച്ചകൾ നടത്തരുതെന്നും ആവശ്യപ്പെട്ട് കൗൺസിൽ അംഗങ്ങളെ സമാധാനിപ്പിക്കാനാണ് സെക്രട്ടറി ശ്രമിച്ചത്. സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിൽ ഒറ്റക്കെട്ടാണെന്ന് അഭിനയിക്കുമെങ്കിലും ഘടകകക്ഷികൾക്കിടയിൽ പോലും സർക്കാരിനെതിരെ എത്ര രൂക്ഷമായ വികാരമാണ് നിലനിൽക്കുന്നത് എന്നതിന്റെ നേർചിത്രമായി മാറുകയായിരുന്നു സിപിഐയുടെ സംസ്ഥാന കൗൺസിൽ യോഗം.